നല്ല അടാറ് പഞ്ഞിക്കടലായിരിക്കണം, സ്മൂത്തായിരിക്കണം, വിടവുണ്ടാകരുത്, നടക്കാൻ പറ്റും. കോടതി കൂട്ടിക്കയറ്റി നിർത്തുമ്പോൾ സുന്ദരന്മാരായിരിക്കണം. ഡോക്ടർ ഷിജു ഖാൻ, രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള കരാറാണ്. അതിൽ സേവനം നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ പാർട്ടിക്ക് വ്യക്തതയുണ്ട് എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ഈ എക്സാലോജിക്കും വീണ വിജയനും CMRL കമ്പനിക്ക് നൽകിയ സേവനം എന്താ എന്നാണ് പാർട്ടിക്ക് വ്യക്തത വന്നിട്ടുള്ളത്. അച്ഛൻ അവിടെ ഇവിടെ തൊടാതെ ഒന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇവിടെയും തൊടാതെയോ? അതായത് പറയണോ എന്നാ പറയണ്ട, പറയണ്ടേ എന്നാ പറയണം. അപ്പൊ പറയണ്ടേ? പറയണം. അപ്പൊ ഇയാള് പറയണ്ടെന്ന് പറഞ്ഞതോ? അത് ഞാൻ അച്ഛനോട് ശൈലി പറഞ്ഞു കൊടുത്ത. മനോരമ പത്രം എഴുതുന്നത് പലതും നുണകളും കെട്ടി സൃഷ്ടിക്കപ്പെട്ട വാർത്തകളും അതോടൊപ്പം മനോരമ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ്, രേഖസഹിതമാണ് മനോരമ പത്രം പ്രസിദ്ധീകരിച്ചത്. മനോരമ പത്രം സൃഷ്ടിച്ചതല്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അല്ല, മനോരമ പത്രം എന്തൊക്കെ സൃഷ്ടിക്കുമെന്നും മനോരമ പത്രം എന്തൊക്കെ വാർത്തകൾ നുണക്കോട്ടകൾ സൃഷ്ടിക്കുമെന്നും ഒന്നും നിഷ കേരളീയ സമൂഹത്തോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതൊക്കെ കേരളീയ സമൂഹത്തിന് അറിയാം. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ഞങ്ങൾ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന ആരോപണം CPM-നുണ്ടോ? നിങ്ങളുടെ ചോദിച്ച ചോദ്യത്തിലേക്ക് ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരം പറയാം. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗമോളെ, എന്തെങ്കിലും പറ്റിയ എല്ലാവരും എന്നോട് ചോദിക്കത്തുള്ളൂ. ഞാൻ അതിനിടയിൽ മനോരമ പത്രത്തെ ക്രിട്ടിസൈസ് ചോദിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അല്ല, മനോരമ വാർത്ത മാസപ്പടി എന്ന് പറഞ്ഞ് മനോരമ വാർത്ത സൃഷ്ടിക്കുകയും ഈ കരാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കൃത്യമായ നിയമപരമായ സോഴ്സിലൂടെ നടത്തിയ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ സംബന്ധിച്ച് പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. അപസർപ്പക കഥ പോലെ മനോരമ പത്രം പ്രചരിപ്പിച്ചതിനെയാണ് ഞാൻ മാസാമാസം പണം നൽകി എന്ന് തന്നെയാണ് ഈ കമ്പനി അധികൃതർ മൊഴി നൽകിയിട്ടുള്ളത്. ഒരു സേവനവും ഇല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. അല്ല, ഞാനൊന്ന് ദയവേദൊന്ന് കേൾക്കൂ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അതായത് രണ്ട് കമ്പനികൾ നിയമാനുസൃതം ഏർപ്പെട്ട കരാർ, അതിന്റെ ഭാഗമായുള്ള സേവനവും പ്രതിഫലവും കൈമാറലാണ്. അങ്ങനെ സേവനം കിട്ടിയിട്ടില്ല എന്ന നിലപാട് കമ്പനി അഫിഡവിറ്റിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചോ? അങ്ങനെ ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ത് മറുപടിയാണ് കമ്പനി അധികൃതർ കൊടുത്തിരിക്കുന്നത്? അതിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അവനിതെങ്ങനെ അറിഞ്ഞു? എന്തോ ഒരു വിവരാവകാശം എന്നൊക്കെയാ പറഞ്ഞത്. ചുമ്മാ തന്റെ നാട് ഒന്നാമത്തത് ഓരോരോ നിയമങ്ങൾ. ഒരു സേവനവും നൽകാതെ എന്തിന് CMRL കമ്പനി വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക്, ടൂറിസം മന്ത്രിയുടെ ഭാര്യയ്ക്ക് പണം നൽകി എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടോ മാനേജുമായി ബന്ധപ്പെട്ടോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടോ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിയമപരമായി ആ തുക കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, വീണ വിജയനോ അല്ലെങ്കിൽ അവരുടെ കമ്പനി എന്ത് സോഫ്റ്റ്വെയർ ആണ് ഈ CMRL-ന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് CPM-ന് അറിയാമോ? അല്ല, ഇപ്പൊ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സേവനത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട ഏത് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്തത്? നേരെയുള്ള ചോദ്യമാണ്. വീണ വിജയനോ അവരുടെ കമ്പനിയോ CMRL-ന് വേണ്ടി ഏത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു? അല്ല നിഷ, രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളൊന്ന് ദയവീതൊന്ന് കേൾക്കൂ. നിങ്ങൾക്ക് പിണറായി വിജയനെ ഈ ചർച്ചയിൽ വലിച്ചഴക്കണം, നിങ്ങൾക്ക് PA മുഹമ്മദ് റിയാസിനെ ഈ ചർച്ചയിൽ വലിച്ചഴക്കണം. ഞാൻ പറയുന്നത്, രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നിയമപരമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. നിയമപരമായ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ലീഗലായി ബാങ്ക് വഴി നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്കും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോരുത്.
അല്ലല്ല, ദയവേത് കേൾക്കൂ. അറിയാമെങ്കിൽ പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ ഒറ്റ കാര്യം, എനിക്കറിയില്ല എന്നൊക്കെ ഭാവന നെയ്ത് നിഷ പോവല്ലേ. അല്ല, കേൾക്കൂ. ഞാൻ പറഞ്ഞത് ഇനി വീണ വിജയൻ ഡെവലപ്പ് ചെയ്തതോ എക്സാലോജിക് ഡെവലപ്പ് ചെയ്തതോ ആയ, അല്ല ദയവേത് കേൾക്കൂ, സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചും ആ മേഖലയിൽ അവരുടെ വൈദഗ്ധ്യത്തെ സംബന്ധിച്ചും 1 മണിക്കൂർ വേറെ ചർച്ച വെക്കാം. ഒറ്റ നിമിഷം. ഈ രാജ്യത്ത് പറഞ്ഞാൽ മതി, 1 മണിക്കൂറൊന്നും വേണ്ട. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഇത്തരം കമ്പനികളുടെ ഡീലിംഗ്സിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ജോലിയും ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മാനേജ്മെന്റ്, മെയിന്റനൻസ്, ഡെലിവറി എന്നീ കാര്യങ്ങൾക്കാണ്. അല്ല, ഞാൻ ദയവിത് കേൾക്കൂ. കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടിനെ സംബന്ധിച്ചാണ്. ഇനി വീണ വിജയൻ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു പ്രത്യേക ചർച്ച വെച്ച് നിങ്ങൾ ആ കമ്പനികളുടെ പ്രതിനിധികളെ വിളിച്ചാൽ നമ്മൾ കാണേണ്ടത് ഇവിടെ സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരോ ക്രമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തതായി ഒരു ആരോപണമുണ്ടോ? അങ്ങനെ ഒരു ആരോപണം ഇല്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. നിയമവിദഗ്ധൻ എന്ന പേരിലുള്ള ശ്രീ ഒരു പ്രമുഖ വ്യക്തിയുമായി ബന്ധമുള്ള ആളായതുകൊണ്ടാണ് പറയുന്നുണ്ട്. അവർക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള പ്രമുഖ വ്യക്തി മുഖ്യമന്ത്രിയാണ്, രണ്ടാമത് ബന്ധമുള്ളയാൾ ടൂറിസം മന്ത്രിയാണ്. അടിസ്ഥാനപരമായ ചോദ്യം എന്താണ് നിഷ? അടിസ്ഥാനപരമായ ചോദ്യം, ഏതെങ്കിലും രീതിയിൽ ഭരണ സ്വാധീനം ദുരുപയോഗപ്പെടുത്തിയതായി എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞതായി ഒരു ആരോപണം ഉന്നയിക്കാൻ ഉള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചേട്ടാ ചൂടാവല്ലേട്ടാ, ഇങ്ങനെ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെ എന്തെങ്കിലും തെളിവിന്റെ കണിക ഒരു പ്രമുഖ വ്യക്തിയുമായിട്ടുള്ള ബന്ധം മൂലമാണ്, അല്ലാതെ ഒരു സേവനവും നൽകിയിട്ടല്ല ഈ വ്യക്തിക്ക് പണം നൽകിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താണ് ശ്രീ ഷിജു ഖാൻ? താങ്കൾ എന്താണ് ഈ ചോദിക്കുന്നത്? ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഒരു സേവനവും ലഭിക്കാതെ അവർക്ക് മാസാമാസം ഇങ്ങനെ പണം കൊടുത്തുകൊണ്ടിരുന്നതാണ്. ശ്രീ ഷിജു ഖാൻ എങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും ഇത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആരും എഴുതി ഉണ്ടാക്കിയതല്ല പുതുതായി. പറഞ്ഞതല്ലല്ലോ, പറയിപ്പിച്ചതല്ലേ. കുറെ നാളായി തുടങ്ങിയിട്ട്. ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനി മനോരമയും ഞാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. നിങ്ങൾ പറയുകയാണ് ഷിജു ഖാനുമായി ബന്ധപ്പെട്ട ഈ കരാറിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച അത്ര കിട്ടിയില്ലെന്നോ പറഞ്ഞാൽ അതിനർത്ഥം ഈ ശശിധരൻ കർത്തയുടെ കമ്പനി ഒരു സേവനവും കിട്ടാഞ്ഞിട്ടും കിട്ടുന്നില്ല എന്ന് ഉറപ്പായിട്ടും വീണ വിജയന് മാസാമാസം പണം കൊടുക്കുകയാണ്. വ്യക്തിപരമായി കൊടുക്കുന്നു, അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുന്നു, ഇതുകൂടാതെ കമ്പനിക്കും കൊടുക്കുന്നു. അതെന്ത് യുക്തിയാണ് അതിന് പിന്നിൽ? എന്താണ് അതിന് പിന്നിൽ? എന്താണ് വീണ വിജയന്റെ സ്വാധീനം? പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകിയത് മാസപ്പടിയല്ലെന്നും കൺസൾട്ടൻസി ഫീസ് ആണെന്നും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് CMRL ചീഫ് ജനറൽ മാനേജർ N. അജിത് കർത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൺസൾട്ടൻസിയെ കണ്ടെത്തി അതിന് പ്രതിഫലവും നൽകി. അതിലെന്താണ് അനത്ത്? ഡേവിഡ് കേൾക്കൂ. അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞു മാധ്യമങ്ങളോട് രാജ്യത്തെ നിയമപ്രകാരം നിലവിലുള്ള ഒരു സംവിധാനത്തിന് മുന്നിൽ കൊടുത്ത മൊഴിയിൽ ഇതല്ല പറഞ്ഞത്. അതാണ് ഈ രാജ്യത്തെ നിയമം. അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി രണ്ടാമത് വിശദീകരണം കൊടുക്കുന്നതല്ല. അപഹരിക്കുന്ന നിമിഷങ്ങൾക്കെല്ലാം എനിക്ക് സമയം തരണം. ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിലപ്പെട്ട സമയമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാരാളം സമയമുണ്ട്. തൽക്കാലം അവിടെ ഇരിക്കെ. ആദ്യം ഇതിനൊരു തീരുമാനമാകട്ടെ. ഇതിൽ ഇത്രയും സമയമായിട്ടും തുടക്കം മുതൽ ഉന്നയിച്ച ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ പാർട്ടിക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്ന വീണ വിജയൻ ചെയ്തു കൊടുത്ത സേവനം എന്ത് എന്നുള്ളത് ഈ ചർച്ച 46 മിനിറ്റ് പിന്നിടുമ്പോഴും ഷിജു ഖാൻ പറയുന്നില്ല എന്നുള്ളതാണ്. ശ്രീ ഷിജു ഖാൻ പറയൂ, എന്ത് സേവനമാണ് വീണ വിജയൻ നൽകിയത്? എന്ത് സേവനത്തിനാണ് അവർക്ക് പണം നൽകിയത്? അതോ മറ്റൊരു അവസരത്തിൽ മറ്റൊരു പേയ്മെന്റിനെ പറ്റി പറയുന്നത് പോലെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ ഭീഷണിയെ നേരിടാൻ കൊടുത്ത പണമാണോ? ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. നിഷയുടെ സ്ഥാപനത്തിനും വേറൊരു സ്ഥാപനവുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടാം.
കോൺട്രാക്ട് പ്രകാരമുള്ള കാര്യമൊന്നും നടന്നില്ല ശ്രീ ഷിജു ഖാൻ. രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായി കരാറുണ്ടാക്കി. അതിലൊരു കമ്പനി നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, കരാർ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും പണം കൊടുത്തുകൊള്ളാമെന്ന് പറയുന്നത് വല്ലാത്തൊരു ഔദാര്യമായി പോയി. അങ്ങനെ ലോകത്തൊരിടത്തും കാണില്ല. രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു, ആ കരാർ പ്രകാരമുള്ള ഒരു സേവനവും ഒരു കമ്പനി കൊടുക്കുന്നില്ല. നിങ്ങൾ സേവനമൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, അതാ പിടിച്ചോളൂ മാസം 8 ലക്ഷം രൂപ എന്ന് പറയുന്ന കരാർ ലോകത്ത് മറ്റെവിടെയും കാണില്ല. ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ വേഗം എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. 47 മിനിറ്റ് ചർച്ച പിന്നിടുമ്പോഴും രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ കരാർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ ശ്രീ ഷിജു ഖാന് കഴിയുന്നില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ എങ്ങനെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് മുഴുവൻ സുതാര്യമാണ് എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കുക? ഒന്ന് കേൾക്കാം, ഒരു സെക്കൻഡ് ഈ ചോദ്യ ശരത്തിനിടയിൽ ഒന്ന് കേൾക്കണം. ഞാൻ 47 മിനിറ്റ് ആയി ഇത് കേട്ടുകൊണ്ടേയിരിക്കുന്നു ശ്രീ ഷിജു ഖാനെ. കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്നെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലേ? എന്നാ ശരി. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പഠിച്ചു എനിക്ക് മനസ്സിലാക്കാനുള്ള പരിമിതി വെച്ചുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കണം. താങ്കൾ എനിക്ക് വളരെ ലളിതമായി ഒന്ന് പറഞ്ഞു തരൂ. രണ്ട് ചോദ്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരൂ. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. എന്ത് സേവനം നൽകിയതിനാണ് വീണ വിജയന്റെ കമ്പനിക്ക് ശശിധരൻ കർത്തയുടെ കമ്പനി മാസാമാസം 8 ലക്ഷം രൂപ വെച്ച് കൊടുത്തത്? രണ്ട്, ഏറ്റവും ചെറിയ ചോദ്യമാണ്, ഏത് സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഈ കരാറിൽ പറയുന്നുണ്ടല്ലോ, ഏത് സോഫ്റ്റ്വെയർ ആണ് ഈ കമ്പനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്? ഞങ്ങൾ പറയണത് മോൻ കേൾക്കണുണ്ട്. എങ്ങനെ കേൾക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. ഒരു സെക്കൻഡ് നിങ്ങൾ കേൾക്കുമെങ്കിൽ ഞാൻ പറയാം. ഇങ്ങനെ ഒരു കരാർ ഇല്ല എന്നാരെങ്കിലും പറഞ്ഞോ? ഈ കരാർ ഇല്ലീഗൽ, ഈ കരാർ ആദായ നികുതി വെട്ടിപ്പാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ കരാറിന്റെ ഭാഗമായി തെറ്റായ പണമിടപാട് നടന്നു എന്ന് ആരെങ്കിലും പറഞ്ഞോ? സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. കാര്യം ശ്രീ ഷിജു ഖാൻ, എനിക്ക് താങ്കൾ തുടക്കം മുതൽ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടപെടേണ്ടിയിരിക്കും. ശ്രീ പ്രഫുൽ കൃഷ്ണൻ, ഗോവിന്ദ മാഷ് എങ്ങനെയാണോ പെരുമാറിയത്, ഇന്ന് മാധ്യമങ്ങളോട് പെരുമാറിയത്, അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ട ഷിജു ഖാനും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഷിജു ഖാനോട് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നു, എന്താണ് സോഫ്റ്റ്വെയറിന്റെ പേര്? നിഷ, ഇല്ലാത്തൊരു സാധനത്തെ കാണിക്കാൻ പറ്റുമോ? ഇല്ലാത്തൊരു സാധനം, ആ സാധനത്തിന് എങ്ങനെയാ കാണിക്കാൻ പറ്റുക? കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ലോജിക് സൊല്യൂഷനോ ടി വീണയോ ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയറും ഈ പറയുന്ന കരിമണൽ കമ്പനിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഒരു ചുക്കും ചുണ്ണാമ്പും ഈ പറയുന്ന പണത്തിന് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇത് പറഞ്ഞിരിക്കുന്ന മൊഴി ആരാണ് പറഞ്ഞിരിക്കുന്നത്? KS സുരേഷ് കുമാറാണ്, CFO ആണ്. ഈ സുരേഷ് കുമാറുണ്ട്, CGM ഓഫ് ഫിനാൻസ്. അദ്ദേഹത്തിന്റെ മൊഴി എന്താ? കമ്പനിയുടെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിന് സ്വന്തം ജീവനക്കാരുണ്ട്. IT സേവനങ്ങൾക്കും സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനുമാണ് എക്സാലോജിക്കിനെ നിയമിച്ചത്. മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി ടി വീണ എന്തെങ്കിലും സേവനം നൽകിയതായി എനിക്കറിയില്ല. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. എന്റെ ഷിജു ഖാനെ, ഈ കരിമണൽ കമ്പനിയിലെ ഒരു ജീവനക്കാർക്കും ഒരു ഉദ്യോഗസ്ഥർക്കും ഈ വീണ വിജയൻ എന്തെങ്കിലും കൊടുത്തതായിട്ട് അറിയുക പോലും ഇല്ല. ഇതാ ചുരുക്കം പറഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ല. എക്സാലോജിക്കിന് എന്തിന്റെ പ്രത്യുപകാരമായിട്ടാണ് ഇത്തരത്തിൽ മാസാമാസം പണം കൊടുത്തത്? അങ്ങ് പറയുന്നുണ്ടല്ലോ അക്കൗണ്ടിലൂടെയാണ് പണം കൈമാറിയത്, സുതാര്യമാണ് എന്നാണല്ലോ നിങ്ങളുടെ ഗോവിന്ദ മാഷും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ സുതാര്യത കൂടി നമുക്ക് അങ്ങ് ചർച്ച ചെയ്ത് കളയാം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. ഷിജു ഖാൻ പറ, 2017-18 സാമ്പത്തിക വർഷം 60 ലക്ഷം രൂപയാണ് വീണയ്ക്ക് നൽകിയതെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ആ വർഷത്തെ ആദായ നികുതി റിട്ടേണിൽ വീണ കാണിച്ചത് എത്രയാണെന്നറിയോ?
10.42 ലക്ഷം രൂപ മാത്രം. ബാക്കി പണം എവിടെ പോയി ഷിജു? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. 16-17 കണക്കെന്താണെന്നറിയോ? CMRL വീണക്ക് നൽകിയത് 15 ലക്ഷം രൂപയാണ്. ആദായ നികുതി റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് 8.25 ലക്ഷം രൂപ. ബാക്കി ലക്ഷങ്ങൾ അവിടെ പോയി. വീണ ചെയ്തിരിക്കുന്നത് അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ്. ഒരു സർവീസും കൊടുക്കാതെ ഈ വിവാദ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു, മാസപ്പടി വാങ്ങിയിരിക്കുന്നു. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ, ആ കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് സ്വന്തം മകന്റെ ഒരു കേസ് വന്നപ്പോ മക്കളുടെ കേസിൽ പാർട്ടി ഇടപെടില്ല എന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് പത്രസമ്മേളനം നടത്തി പറയിപ്പിച്ചു. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഴിമതിയെ പറ്റിയിട്ട്, അഴിമതി നിരോധനത്തിനെ പറ്റിയൊക്കെ, ലോക്പാൽ ബില്ലിന്റെ ഒക്കെ സമയത്ത് വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതൊക്കെ മറന്നുപോയോ ഷിജുഖാനെ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല.